ഓക്കേണോ? ഓക്കെ മക്കളെ. നമസ്കാരം കൂട്ടുകാരെ. ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യ കലാലയയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എപ്പോഴും കളരി, കാലുപൊക്ക്, ചവിട്ട്, ഇടി, ചവിട്ട് നാടകം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഭാരത നടനത്തിൻ്റെ ശാക്തേയത്തിൽ സുന്ദരം ചേർത്തുള്ള ഒരു ഭാഗം, അല്പം ലാസ്യം രീതിയിൽ, എന്നാൽ അതിലൊരു ചെറിയ ശാക്തേയത്തിൻ്റെ പിടുത്തം കാണും അല്ലേ? ആ രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്ത നല്ലൊരു ഡാൻസ് നമുക്ക് ഒറ്റ ഷോട്ടിലായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് കാണിക്കാം. അപ്പം ഏതാണ് പാട്ട്? ഓക്കെ, ശരി. അപ്പം നമുക്ക് വേണ്ട, പാടണ്ട. ഓക്കെ, ചെയ്യാം മക്കളെ. ഓക്കെ അല്ലേ? ശരി. ആരാ ആദ്യം തുടങ്ങുന്നേ? ചെറിയൊരു ഭാഗമാണ്, വളരെ കുചേലൻ്റെ ഒരു ഇതായിട്ട് വരുന്നതാണ്. നല്ല മനോഹരമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തെന്ന് വിശ്വസിക്കാം. എത്ര ടൈം എടുത്തു? 10-20 മിനിറ്റ് എടുത്തോ? കുറച്ചേ എടുത്തുള്ളൂ. ഒരു 20 മിനിറ്റിനകത്ത് വരത്തേ ഉള്ളൂ അല്ലേ? 15-20 മിനിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ നിത്യതി നൃത്തനാട്യ കലാലയയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരും, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സ് ദൃശ്യവൽക്കരിച്ച് ചാനലിലിടാൻ താല്പര്യമുള്ളവരും, നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ഭാരതനടനം ഭാവരൂപേ പ്രോഗ്രാംസിന് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഇടി. റെഡി? 1 2 1 2 3 സ്റ്റാർട്ട്. ഭക്തിയുള്ള മാതൃശാം സുഖമെന്നെ, മേതുരം ഭക്തിയുള്ള മാതൃശാം സുഖമെന്നെ, വാതമില്ലഹോ ദുഃഖം ബാധിക്കയില്ല മൂനം, വാതമില്ലഹോ ദുഃഖം ബാധിക്കയില്ല മൂനം, യാദവാധിപം നിന്നെ ഹൃദി ചിന്ത നിദാനേന, യാദവാധിപ നിന്നെ ഹൃദി ചിന്ത നിദാനേന, മോദം മേ വളരുന്നു കരുണവരണമരുണ സഹജം കേദന, മോദം മേ വളരുന്നു കരുണവരണം അരുണ സഹജ കേദന, അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നദ ഇങ്ങനെ എന്തോ ഒരു തന്നെ. ഓക്കെ, അതൊട്ടും അറിയാൻ വയ്യ. ഓക്കെ അല്ലേ? എന്താ പക്ഷെ അതങ്ങ് എൻ്റെ ആയി, ഒരു മോശം ഇതില്ല. ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത് സിദ്ധിമോൾ അങ്ങ് ഏറ്റവും ബാക്ക് ആയിപ്പോയി, അങ്ങ് കർട്ടനോട് ചേർന്നായിപ്പോയി. എൻ്റെ സോറി. ഓക്കെ, ഓക്കെ. അപ്പോൾ ചെറിയൊരു നൃത്തത്തിൻ്റെ പോർഷൻ നിങ്ങൾ ഒറ്റ ഷോട്ടിലായിട്ട് ചെയ്തു. ഭാരതനടനത്തിൻ്റെ ഒരു സുന്ദര തലത്തിലാണ് ചെയ്തത്. എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. ഇനി കൂട്ടുകാർക്കൂടെ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കാം. സിദ്ധിമോളെ, അത് വിഷമിക്കേണ്ട. സിദ്ധിമോൾ അങ്ങ് കർട്ടൻ്റെ അങ്ങോട്ടായിപ്പോയില്ലേ, അപ്പോഴങ്ങ് ചെറുതായിപ്പോയി, അങ്ങ് ബാക്കായി. ഇവരെല്ലാം ഇച്ചിരി ഇങ്ങോട്ടാണ്, അതാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ സിദ്ധിമോൾ ഇച്ചിരി ഒന്ന് അറച്ച് എന്ത് വിളിക്കുന്നേ എന്നൊരിത് വന്നത്. അതേ ഉള്ളൂ, അത് കുഴപ്പമില്ല. അപ്പോൾ കയ്യിൽ നിട്ടൊന്നും തോന്നത്തില്ല. ആവറേജ് നന്നായിട്ട് തന്നെ പോയെ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാ സിദ്ധിമോളുടെ മാത്രം ഭാഗമായിട്ട് ഒന്നുകൂടെ ഒന്ന് വേണേ ചെയ്തു.
ആ ഒരു ഭാഗം മാത്രം ചെയ്തോ, കുഴപ്പമില്ല. ഇല്ല വേണ്ട കുഴപ്പമില്ല. ഇല്ല അല്ലേലും അത് ഇച്ചിരി എനിക്കും അതങ്ങ് ബാക്ക് ആയിപ്പോയി അങ്ങ് ഭയങ്കരമായിട്ട്. ഓക്കെ, ഇതൊന്ന് മോളെ ആ പോർഷൻ ഒന്ന് ഇല്ല ഇനി ഞാൻ തെറ്റിക്കും ചിലപ്പോ. ഓക്കെ, എന്താ വേണം ചെയ്യണേ ചെയ്യാം. വേണ്ട ഓക്കെ ശരി. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? നല്ലതായിരുന്നു ചേച്ചി. എല്ലാരും കളിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഓ ഓക്കെ. എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഇത് നല്ല ഭംഗിയാണ്. ആ ലാസ്യം, ആ സുന്ദര തലത്തിൽ ലാസ്യത്തിന്റെ ആ ഒരു ഇത് കൊടുക്കുന്ന ശാക്തേയത്തിൽ നല്ല ഭംഗിയാണ്. പിന്നെ അതിലൊരു ചെറിയ ചടുലത നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കും, അത്രേ ഉള്ളൂ. നല്ല രസമാണ്. എനിക്ക് ഈ ടൈപ്പ് രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്യുന്നതും ഇഷ്ടമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? നല്ലതായിരുന്നു. ജനമോളാണ് കരാട്ടയുടെ ഉസ്താദ്. ഞാനൊന്ന് വളഞ്ഞില്ലേ? നല്ലതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നന്നായിട്ടാ ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. ഇതില് മീനാക്ഷിയുടെ പോഷൻ ഞാനാണ് കളിച്ചത്. ഇതില് വിഷ്ണുവിന്റെ പോഷൻ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴത്തേക്കും മീനാക്ഷി ആണെങ്കിൽ വഴക്ക് പറഞ്ഞാലോ ചിലപ്പോ എന്നാ, പക്ഷെ എനിക്ക് കളിക്കാൻ ചാണകം വിട്ടത് ആരാണെന്ന് മനസ്സിലായി. അല്ല, ഇത് വേറെ വീഡിയോ ആണ്. മറ്റേ വീഡിയോയിൽ പറഞ്ഞേക്കാ മീനാക്ഷി മോള് 2 വീലറിൽ വന്നപ്പോൾ ചാണകത്തിൽ ടയർ കയറി തെന്നി വീണു. ഇല്ലേ ചാണകം വിട്ടത് ആരാണെന്ന് മനസ്സിലായി. ഇത് മറ്റേ വീഡിയോ. അങ്ങനെ മീനാക്ഷി മോള് വയ്യാതിരിക്കും, അതാ എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോ മീനാക്ഷി മോളുടെ ഭാഗം അഭിരാമി അടിച്ചു മാറ്റി. ശരി. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? ഞാൻ വിചാരിച്ച ചേച്ചി എന്നെ മറന്നു, ഞാൻ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അതെ, അവിടെ നിങ്ങൾ അറ്റത്തേക്ക് എത്തിച്ചതാ. എല്ലാ വീഡിയോയിലും ഞാനാണ് ഏറ്റവും ലാസ്റ്റ്. അതെ, ഇല്ലേ? ഉണ്ട്. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിട്ടാ ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചും കൂടി അഭിരാമിയുടെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. നല്ല പിന്നെ അതുപോലെ സിദ്ധിമോൾ എപ്പോഴും ഓർക്കണേ, അഭിരാമിക്ക് ഇത്രയും ഹൈറ്റ് വരുന്നോണ്ട് അഭിരാമിയുടെ അടുത്തൊക്കെ ബാക്ക് പോയി ചെയ്യുന്ന കുഴപ്പമില്ല. സിദ്ധിമോളും ശ്രീലക്ഷ്മിയൊക്കെ കുറച്ചിങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല. അത് തന്നെ. ഓക്കെ, അതുകൊണ്ടാ കുഴപ്പമില്ല. എന്നാൽ ഇച്ചിരി കൂടുതൽ ബാക്ക് ആയി പോയി. അതാ, അത് ഞാൻ എഡിറ്റിംഗിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. ഓക്കെ, സൂം ചെയ്തിട്ടാ മതി. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്താം. നിത്യതി മക്കൾ പോവുകയാണ്. ടാറ്റ പറഞ്ഞു. ഇത് പറഞ്ഞാ ഏത് മറ്റേ അല്ല, അത് ഓൺലൈൻ ക്ലാസിന്റെയും താല്പര്യമുള്ള ഡാൻസിന്റെ അതിനും സ്റ്റേജ് പ്രോഗ്രാമിനായിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു. താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ടാറ്റ പറഞ്ഞോ. നീ പറഞ്ഞിട്ട് കാര്യമില്ല, മൈക്ക് എന്റെയിലാണ് കുഞ്ഞെ. ഓ, ഞാൻ ഇങ്ങോട്ട് വരാൻ വിളിച്ചേന്. നന്നായിട്ട് ആ ലാസ്റ്റ് ഒരു ചെറിയ ഒരു